ഹായ്, ബിഗ് ബോസിന്റെ ഒരു പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അനുമോളെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പാനെ ശരത്ത്, ബിൻസി, അക്ബർ, ആദില, അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ പറയുന്ന അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിരീടം അനുമോൾ ചൂടും എന്നുള്ളതാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെ ബിഗ് ബോസിന്റെ കിരീടം ചൂടാൻ വലിയ മത്സരമാണ് നടക്കുന്നത്. 7 പേരാണ് ഈ മത്സരത്തിനുള്ളത്. പക്ഷേ പ്രധാനമായും നടക്കുന്നത് അനീഷ്, അനുമോൾ, ഷാനവാസ് ഇവർ തമ്മിലുള്ള മത്സരം തന്നെയാണ്. പല യൂട്യൂബ് പോളിലും അതുപോലെ ഗൂഗിളിൽ വരുന്ന അൺഒഫീഷ്യൽ പോളിലുമെല്ലാം ഷാനവാസ് ഒരുപാട് പുറകിലായിരിക്കും. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് PR കളിയാണ് എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം. ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ വമ്പൻ മുന്നേറ്റമാണ് ഷാനവാസ് കാഴ്ചവെക്കുന്നത്. കൃത്യമായിട്ട് നമുക്കതറിയാം. അനീഷും ഷാനവാസും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. പക്ഷേ അനുമോൾ കുറച്ച് മുന്നിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതോടെ പറയാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 പേർ തമ്മിലുള്ള മത്സരം. ഇവിടെ ആരാണ് റിയൽ, ആരാണ് ഫേക്ക്? തീർച്ചയായും അനീഷ് പക്കാ ഫേക്ക് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അനീഷ് ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കള്ളത്തരങ്ങളാണ്. അത് അദ്ദേഹത്തിന്റെ ഗെയിമാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ റിയൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അനീഷ് ആദ്യം നിന്ന പോലെയാണോ ഇപ്പോൾ നിൽക്കുന്നത്? അല്ല, അദ്ദേഹം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറിയത് റിയൽ ആയതുകൊണ്ടല്ല, ഫേക്ക് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ PR കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത്, ബിഗ് ബോസിന്റെ കോള് 3 ദിവസം മുൻപാണ് വന്നത് എന്ന് പറഞ്ഞത്, അതുപോലെ ഓരോ കാര്യങ്ങളും ആദ്യ ദിവസങ്ങളിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ അനീഷ് പിന്നീട് പറഞ്ഞത് സുപ്രഭാതം എന്നാണ്. അത് ചോദ്യം ചെയ്ത അക്ബറിനോട് പറയുന്നു, ഞാൻ ആദ്യം മുതൽ തന്നെ സുപ്രഭാതം എന്നാണ് പറഞ്ഞത് എന്ന്. പക്ഷെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ നേരെ പ്ലേറ്റ് മറിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് കൃത്യമായി ഷാനവാസ് ഒരുപാട് ചോദ്യങ്ങൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് അവിടെ കുടുങ്ങിപ്പോയി ഉത്തരമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു അനീഷിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അനീഷ് പക്ക ഫേക്കാണ്. അനീഷ് കാണിക്കുന്നതെല്ലാം നാടകമാണ്. അനുമോളുടെ കാര്യത്തിൽ പാതി നാടകവും പാതി റിയലുമാണ്. അനീഷ് പലപ്പോഴും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നതാണെങ്കിൽ അനുമോളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് അനുമോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി ഒന്ന് പൊലിപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അനുമോള് അവിടെ പല കളികളും കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പലതും നടന്നിട്ടില്ല, പലതും കൃത്യമായി നടക്കുന്നുമുണ്ട്. ആര്യനുമായിട്ട് ഒരു ലവ് കോംബോ അനുമോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് അനുമോൾ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ പറഞ്ഞു, എന്നെക്കാളും പ്രായം കുറവാണ് അവന്, ഞാൻ ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം അതല്ല. അനുമോൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. ജിസൈൽ അതിൻ്റെ ഇടയിൽ കയറി. അതിൻ്റെ ദേഷ്യം അനുമോൾക്ക് ഇപ്പോഴുമുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാർക്കും അത് മനസ്സിലായി കാണില്ല എന്നേ ഉള്ളൂ. അനുമോൾ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആര്യനും അനുമോളും തമ്മിൽ ഒരു ലവ് കോംബോ. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രവീണുമായിട്ട് ഇത്തരമൊരു കോംബോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സത്യമായിട്ടുള്ള കാര്യമാണ്, ലൈവിൽ കണ്ടതുമാണ്. അതിനടുത്ത ആഴ്ച പ്രവീൺ ഔട്ടായതുകൊണ്ട് അത്തരം കാര്യമൊന്നും നടന്നില്ല. ഇപ്പോൾ ലൈവിൽ അവർ തമ്മിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് അനുമോൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. അതൊന്നും വർക്കൗട്ട് ആയില്ല, പക്ഷെ പല കാര്യങ്ങളും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അനുമോൾ പാതി റിയലും പാതി ഫേക്കുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഈ ലവ് കോംബോ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കും അനുമോൾക്ക് റിയൽ ആയിട്ടുള്ള പ്രേമമാണ് എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, അനുമോൾ ഒരു കോംബോയ്ക്ക് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അനീഷുമായിട്ടുള്ള ഈ അടുത്ത് നടന്ന വിഷയം അത് അനുമോളുടെ അറിവോടെ സംഭവിച്ച കാര്യമല്ല, അത് അനീഷ് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. പക്ഷെ അനുമോൾ ഇത് കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് അനീഷ് പ്രണയം പറഞ്ഞതിന് ശേഷം അനുമോൾ അതിനെ ഒന്ന് പൊലിപ്പിച്ചു എന്ന് മാത്രം. അവിടെ ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ്. അനുമോൾ അതിനെ ഒന്ന് വലുതാക്കിയെടുത്തു എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടെ റിയലായി നിൽക്കുന്ന വ്യക്തി ഷാനവാസ് മാത്രമാണ്. അദ്ദേഹം ആദ്യം മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറയും. തെറ്റാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി തന്നെ കാര്യം പറയും. അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും നമ്മൾക്ക് ശരിയായി തോന്നണമെന്നില്ല. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, പല ആൾക്കാരും പറയുന്നു അദ്ദേഹം ഒരു തന്തവൈബാണ് എന്ന്. തന്തവൈബായിരിക്കും, പക്ഷെ അദ്ദേഹം റിയൽ ആയതുകൊണ്ടാണ് അതെല്ലാം തുറന്നു പറയുന്നത്. അദ്ദേഹം ഫേക്കായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയില്ല. പലപ്പോഴും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അദ്ദേഹം എടുക്കുമായിരുന്നു. ഇവിടെ അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ള സംഭവം എടുത്തിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിൽ പോയി അനാവശ്യമായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പ്രകൃതമാണ് ഷാനവാസിൻ്റെത്. ആൾക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കും, അവിടെ അഭിനയിച്ച് നിൽക്കില്ല. അതാണ് റിയൽ, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നത്, പ്രേക്ഷകർ വോട്ട് കൊടുത്തത്. അതായത് ഷാനവാസിനെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രേക്ഷകരായിട്ട്. തീർച്ചയായും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പല ആൾക്കാരോടുമാണ് നമുക്ക് പറയാനുള്ളത്. അന്ധങ്ങളോട് നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, ആരാണ് റിയൽ, ആരാണ് ഫേക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ. ഒരാൾ ഒറ്റപ്പെടുന്നു, എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരാൾക്കും വോട്ട് കൊടുക്കരുത്. അവിടെ റിയലായി നിന്ന് കളിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ കള്ളത്തരം കാണിച്ച് ഗെയിം ചെയ്യുന്ന ആൾക്കാരെ വിജയിപ്പിക്കരുത്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ആരാണോ റിയൽ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. എൻ്റെ മനസ്സിൽ
ഇവിടെ റിയലായി നിൽക്കുന്ന ഏക വ്യക്തി ഷാനവാസ് മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.